എല്ലാവർക്കും നമസ്കാരം. എല്ലാ വീടുകളിലും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഇതിനായി വെള്ളം പിടിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള 2 മൺപാത്രങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പോസ്റ്റിങ്ങിനായി ചകിരിച്ചോറ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നതില്ല. പല യൂട്യൂബ് വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരെല്ലാം അവകാശപ്പെടുന്നത് ഇതിൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ കമ്പോസ്റ്റിങ്ങിനായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ തരത്തിലുള്ളൊരു കമ്പോസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് മുളകിൻ്റെ തൊലിയോ അല്ലെങ്കിൽ നാരങ്ങ തോടോ മുതലായ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. എരിവുള്ളതും കയ്പുള്ളതും മധുരമുള്ളതും ആയിട്ടുള്ള എന്ത് ഐറ്റംസും ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഈ കമ്പോസ്റ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഇന്നലത്തെ വേസ്റ്റാണ് നമ്മൾ കുറച്ചെടുത്തിരിക്കുന്നത്. ഈ വേസ്റ്റാണ് ഇതിലേക്ക് കുറച്ചായി ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആഡ് ചെയ്ത വേസ്റ്റ് ഉണങ്ങിക്കിടക്കുന്നത് കാണാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇന്നലെ എടുത്ത വേസ്റ്റ് ഒരു പകുതിയോളം ആഡ് ചെയ്യുന്നതാണ്. എല്ലാ വേസ്റ്റും ഒരുമിച്ച് ആഡ് ചെയ്താൽ കമ്പോസ്റ്റിങ്ങിന് കുറച്ച് താമസം വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, നാരങ്ങയുടെ തൊലി, ഉള്ളിത്തൊലി, പേപ്പർ മുതലായവ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് കൊക്കോ പിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് നമ്മൾ ബ്ലോക്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ആ വേസ്റ്റ് കവർ ചെയ്യുന്നത് വരെ, മൊത്തം കവറാകുന്നത് വരെ നമ്മൾ പരത്തി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം കവർ ചെയ്തില്ലെങ്കിൽ ഇതിൽ ഈച്ചയും മറ്റും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ലെവലായി മൊത്തം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കംപ്ലീറ്റ് വേസ്റ്റും മൂടണം. അതിനുശേഷം ബാക്കിയുള്ള വേസ്റ്റും കൂടെ ഇതിന് മേലെ ഒരു ലെയറായിട്ട് ആഡ് ചെയ്യുകയാണ്. ലെയറായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കാലതാമസം എടുക്കുന്നത്. ഇതിലേക്ക് വീണ്ടും നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വേസ്റ്റ് ഒട്ടും മേളിൽ കാണാത്ത വിധം വേണം ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുവാൻ. അതിനുശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ലപോലെ അടച്ചു വെക്കണം. കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതുപോലെ വേസ്റ്റ് ഇട്ട് റെഡിയാക്കി വെച്ചിരുന്ന ഒരു പാത്രം നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ആഡ് ചെയ്ത എല്ലാം നല്ലപോലെ കമ്പോസ്റ്റായി ഉണങ്ങി കിടക്കുന്നത്. ചിലരുടെ വീടുകളിലെങ്കിലും ഈ കമ്പോസ്റ്റ് പിന്നിനകത്ത് കറുത്ത ഈച്ച പോലെയുള്ള പ്രാണികളെ കാണാവുന്നതാണ്. ഇവയുടെ പേര് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നാണ്. ഇവ മനുഷ്യന് ഒരു കാരണവശാലും ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളല്ല. ഇവയും ഇവയുടെ പുഴുക്കളും കമ്പോസ്റ്റ് വേഗത്തിലാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ ചേർക്കുന്ന വേസ്റ്റിൻ്റെ അളവിനനുസരിച്ച് ഒരു 3 മുതൽ 4 ആഴ്ചക്കകം നല്ലൊരു കമ്പോസ്റ്റായി ഇത് മാറുന്നതാണ്. ഇതിൽ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് നിന്ന് സ്ലറി രൂപത്തിൽ ജലാംശം ഒരിക്കലും വെളിയിൽ വരികയില്ല. ഇത് മുഴുവൻ ചകിരിച്ചോറ് ഇതിനകത്ത് തന്നെ പിടിച്ചു വയ്ക്കുന്നതാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി.